പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് മിശിഹായുടെ തിരുസന്നിധിയിൽ വന്ന് അവിടുത്തെ തിരുവചനങ്ങളെ കേൾക്കാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്കെല്ലാവർക്കും ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിന് നന്ദി പറയാം. ദാവീദ് മഹാരാജാവ് ദൈവമുമ്പിൽ കഴിച്ച വിലാപത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. ദൈവസന്നിധിയിൽ വന്ന് നിലവിളിച്ചവർക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. പല കാരണം കൊണ്ട് മനുഷ്യൻ നിലവിളിക്കുന്നു. എന്താണ് കരച്ചിലിൻ്റെ കാരണമെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, വലിയ നിലവിളി ദൈവസന്നിധിയിൽ നടത്തിയ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ ഹിസ്കിയ രാജാവിൻ്റെ നിലവിളി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്കിയ രാജാവ് വലിയ വിലാപം കഴിച്ചതായിട്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിസ്കിയ രാജാവിൻ്റെ വിലാപം അത് തൻ്റെ മരണത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നടത്തിയ വിലാപമാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായ ഒരനുഭവമാണ്. ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരനുഭവം. എന്നോടോ നിങ്ങളോടോ ഇത്ര സമയത്തിനുള്ളിൽ നീ മരിച്ചു പോകുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞാൽ നമ്മുടെ നില തെറ്റിപ്പോകും, നിയന്ത്രണം വിട്ടുപോകും. അതിന് തർക്കമൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യരാണെങ്കിൽ അവർ മനനം ചെയ്യും, കണക്ക് കൂട്ടും, കിഴിക്കും, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും, ആലോചിക്കും. കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച്, ഇനിയും എത്തിപ്പെടാമായിരുന്ന മേഖലകളെക്കുറിച്ച്, എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം തീർത്തില്ലല്ലോ എന്ന് സംബന്ധിച്ച്, ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റ് മുഴുവനാക്കിയില്ലല്ലോ എന്ന് സംബന്ധിച്ച്, ഇങ്ങനെ പോയാൽ ഒരുപാട് കാര്യങ്ങൾ ആശങ്കപ്പെടാനുണ്ട്. ഇങ്ങനെ ഒരു ബോധ്യം കിട്ടുന്നത് യൗവനകാലത്താണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, സകല നിയന്ത്രണവും കൈവിട്ടു പോകുന്ന ഒരു രംഗമാണ്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. രാജാവാണ്. മരിക്കത്തക്ക രോഗം പിടിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ പ്രാണൻ എടുക്കപ്പെടാൻ തീരുമാനമായി. എല്ലാ രോഗങ്ങളും മരണകാരണങ്ങളല്ല, എന്നാൽ ചില രോഗങ്ങൾ മരണകാരണങ്ങളാണ്. മരണത്തിലേക്ക് ഒരാളെ കൊണ്ടുചെന്നെത്തിക്കുന്ന മാരകമായ ഒരു രോഗം ഒരാളെ പിടികൂടി എന്നറിഞ്ഞാൽ പിന്നെ ചികിത്സയില്ലെന്നും അത് ശമനം വരില്ലെന്നും ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ചിരിച്ചുല്ലസിച്ച് ജീവിക്കാനാവുക? സാധാരണ മനുഷ്യനെ കൊണ്ടതാകില്ല. എന്നാൽ ഒരു ആത്മീക മനുഷ്യനെ കൊണ്ടതാകും എന്ന മറുവശമുണ്ട്. ഭൗമലോകത്തിനപ്പുറത്തുള്ള ആത്മലോകം നിരന്തരമായി സ്വപ്നം കണ്ട് ജീവിച്ച, ഭൗമലോകം വിട്ടുപോയാൽ നിത്യലോകത്ത്, ആത്മലോകത്ത്, സ്വർഗത്തിൽ എൻ്റെ ദൈവത്തോടുകൂടെ സിദ്ധന്മാരോടും മാലാഖമാരോടും കൂടെ ഞാൻ സ്വർഗീയ ആരാധനയിൽ ചേർക്കപ്പെടുമെന്ന് ഉള്ളുറപ്പുള്ള ഒരു മനുഷ്യൻ ഏത് പ്രായത്തിലും മരണം തൻ്റെ തൊട്ടരികിലുണ്ടെന്നും അതിനി സമയമേറെ ഇല്ലെന്നും നമുക്ക് ബോധ്യപ്പെട്ടാൽ ആഹ്ലാദചിത്തനായി ആനന്ദം കൊണ്ടു എന്ന് വരാം. അത് തികഞ്ഞ പരമഭക്തരെക്കുറിച്ച് മാത്രം പറയാവുന്നതാണ്. സാമാന്യ മനുഷ്യൻ അങ്ങനെയല്ല. ഭൂരിപക്ഷം പേരുടെയും ഭക്തിയൊക്കെ താൽക്കാലികമായുള്ളതോ, കാര്യസാധ്യത്തിനുള്ളതോ, നിലനിൽപ്പിനുള്ളതോ, അല്ലെങ്കിൽ പേരിനും പ്രശംസയ്ക്കും സ്ഥാനമാനങ്ങൾക്കുമൊക്കെ വേണ്ടിയുള്ളതോ ഒക്കെയാണ്. അങ്ങനെയുള്ള ഭക്തരൊക്കെ കുലുങ്ങിപ്പോകുന്ന, ഉലഞ്ഞു പോകുന്ന, വാടിപ്പോകുന്ന, തളർന്നു പോകുന്ന സാഹചര്യമാണിത്. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ ചെന്നു. അവനോട് പറഞ്ഞു, നീ നിൻ്റെ ഭവനകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊള്ളുക, നിൻ്റെ രാജ്യകാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊള്ളുക. നിൻ്റെ അധികാരത്തിൽ നിന്ന് നീ ഒഴിയേണ്ടി വരും, നിൻ്റെ ഭവനത്തിൽ നിന്ന് നീ പോകേണ്ടി വരും, നീ മരിച്ചു പോകും. മുഖത്ത് നോക്കി പറയുകയാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ യെശയ്യാവ്. സൗഖ്യമാകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് മരിക്കുക തന്നെയാണ് അവസാനമെന്ന് അടിവരയിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 2-ാം വാക്യം പറയുന്നു: അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു. അയ്യോ കർത്താവേ,
ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവ് രാജഭരണമേൽക്കുമ്പോൾ ധാരാളം വിഗ്രഹപ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു ഇസ്രയേലിൽ. അവിടെയെല്ലാം ആരാധനകൾ നടത്തപ്പെട്ടിരുന്നു. അന്യാരാധനയിൽ ജനം അന്ധകാരത്തിൽ മൂടപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിലാണ് ഹിസ്കിയാവ് ഭരണമേൽക്കുന്നത്. എന്നാൽ ദൈവമായ കർത്താവിനോടുള്ള മഹാവിശ്വസ്തത മുഖാന്തിരം ഈ വിഗ്രഹങ്ങളെല്ലാം ഉടച്ച് തകർത്ത് നീക്കം ചെയ്ത് തൻ്റെ രാജ്യത്ത് ദൈവാരാധന പുനഃസ്ഥാപിച്ചവനാണ് ഹിസ്കിയാവ്. യെരുശലേമിലെ ദൈവാലയത്തെ ശുദ്ധീകരിച്ച് ആരാധന വീണ്ടും പൂർവസ്ഥിതിയിൽ പുനരാരംഭിച്ചവനാണ് ഹിസ്കിയാവ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കെ ദൈവത്തോട് മത്സരിച്ച് വലിയ കലഹമുണ്ടാക്കിയ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ അഗ്നിസർപ്പമിറങ്ങി ഇസ്രായേൽ മക്കളെ അഗ്നിസർപ്പം കടിച്ച് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവരെല്ലാം തീപ്പൊള്ളലേറ്റതുപോലെ പൊള്ളി വീർത്ത് പൊട്ടി വികൃതമായി മരിച്ചു വീണപ്പോൾ മോശ വാവിട്ട് നിലവിളിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ ജനത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയരുത്. നിലവിളിക്ക് മുമ്പിൽ മനസ്സലിഞ്ഞു പോകുന്ന അനുകമ്പയുള്ള ദൈവം മോശയോട് പറഞ്ഞു, നീ പിച്ചള കൊണ്ട് താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക. അഗ്നിസർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ പിത്തള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പിത്തള സർപ്പം നാട്ടപ്പെട്ടു. അതിൽ നോക്കിയവരൊക്കെ രക്ഷ പ്രാപിച്ചു. പിൽക്കാലത്ത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ പിച്ചള സർപ്പത്തെ ജനം ആരാധിക്കാൻ തുടങ്ങി. നെഹുഷ്ഠാൻ എന്ന് പേരിട്ട് അവരതിനെ പൂജിക്കാനായിട്ട് തുടങ്ങി. സത്യദൈവമായ കർത്താവ് അടയാളമായി കൊടുത്ത ഒരു സർപ്പത്തെ, അല്ലെങ്കിൽ നെഹുഷ്ഠാൻ എന്ന പേരുള്ളതായ ആ ഒരു രൂപത്തെ അവർ ദൈവത്തിന് പകരമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. അതെല്ലാം ചുട്ടുപൊടിച്ച് നശിപ്പിച്ച് ആലയശുദ്ധി വരുത്തിയവനാണ് ഹിസ്കിയ രാജാവ്. ചരിത്രം പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവ് ദൈവത്തിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചവനാണ്. അതാണ് ഹിസ്കിയാവിൻ്റെ നിലവിളിക്ക് പിന്നിലുള്ളതായ വികാരം. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. ആയുസ്സിൻ്റെ മധ്യഭാഗത്തെൻ്റെ പ്രാണനെടുത്ത്, ദൈവമേ, നീ എന്നെ ഈ ഭൂമിയിൽ നിന്ന് നീക്കരുതേ, എന്നോട് അനുകമ്പ തോന്നണമേ എന്നവൻ ഏറ്റവും കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഹിസ്കിയാവിൻ്റെ ഒരു വലിയ നിലവിളി കാണാം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണന് നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് സ്തോത്രത്തിൻ്റെ നിലവിളിയാണ്. ചരിത്ര സംഭവം നിങ്ങൾക്കറിയാം. യെശയ്യാവ് ഇത് പറഞ്ഞിട്ട് പോകുകയും ഹിസ്കിയാവ് ചുവരിന് നേരെ തിരിഞ്ഞ് നിലവിളിക്കുകയും ചെയ്തപ്പോൾ ആ കണ്ണുനീരിൽ മനസ്സലിഞ്ഞ ദൈവം ഏലിയാവിന് അരുളപ്പാട് നൽകുകയാണ്. നീ ചെന്ന് ഹിസ്കിയാവോട് പറയണം, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരങ്ങൾ കൂട്ടും. ആയുസ്സിന് പരിധി നിർണയിക്കാനും അത് കൂട്ടാനും അത് കുറയ്ക്കാനും ദൈവം കഴിവുള്ളവനാണ്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഇത് മനസ്സിൽ ഉറപ്പിച്ചു. യെശയ്യാ പ്രവാചകൻ വ്യക്തമായി ചെന്ന് ഹിസ്കിയാവോട് പറഞ്ഞു, ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, നീ ആശങ്കപ്പെടേണ്ടതില്ല. നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടാൻ ദൈവമായ കർത്താവ് മറുപടി തന്നിരിക്കുന്നു. വ്യക്തമായി നിൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. മറുപടി പറയാനും സമാധാനം അറിയിക്കാനും എന്നെ ദൈവം അയച്ചിരിക്കുന്നു എന്ന്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ദൈവമായ കർത്താവിൻ്റെ തിരുമുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരാൾ പ്രതിസന്ധിയിലായാൽ ദൈവമുമ്പിൽ നിലവിളിക്കട്ടെ, ദൈവം ഉത്തരമരുളി ചെയ്യും അന്ന് തന്നെ, അപ്പോൾ തന്നെ.
പലരും നിലവിളിച്ചിട്ടും ഉത്തരം കിട്ടാത്തത് ദൈവഹിതമനുസരിച്ചും ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണവും ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്തവണ്ണവും ജീവിക്കാതിരുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരൊക്കെ നിലവിളിച്ചാൽ ഉത്തരം കിട്ടുമെന്നുറപ്പൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹിസ്കിയാവിന് പറയാനായിട്ട് വ്യക്തമായ ന്യായങ്ങളുണ്ട്. അവന് ദൈവമുമ്പിൽ അവകാശങ്ങളുണ്ട് പറയാൻ. നമുക്ക് തോന്നുന്നു നമുക്കും പറയാൻ കുറേ അവകാശങ്ങളുണ്ടെന്ന്. ദൈവത്തിന് വേണ്ടിയാണത് ചെയ്തത് എന്നുറപ്പാകണം. പലരും പറയുന്നു, ഞാൻ മനോഹരമായ പള്ളി പണിതിട്ടുണ്ട്, ഒന്നല്ല ഒന്നിലധികം പണിതിട്ടുണ്ട്, പണമേറെ മുടക്കിയിട്ടുണ്ട്, ഭരണം ഒരുപാട് നടത്തിയിട്ടുണ്ട്, ഒരുപാട് സമയം ഞാൻ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തവർ അതിൻ്റെ പേരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ സമൂഹമധ്യത്തിൽ ഒരു സ്ഥാനം അലങ്കരിച്ച് അതിൽ നിന്ന് സംതൃപ്തി അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ സ്ഥാനമോ തൻ്റെ മാനമോ അതിനാൽ കിട്ടുന്ന ബഹുമാനമോ ഒക്കെ ഓർത്തിട്ട് ആത്മീയ കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട പലരും അതിനാൽ തന്നെ ജീവിക്കുകയും അതിൽ വലിയ സ്ഥാനമാനങ്ങൾ കൈയടക്കുകയും ചെയ്തിട്ട് ഞാൻ വലിയ ത്യാഗം ചെയ്തു എന്നവകാശപ്പെട്ടാൽ അത് ദൈവമുമ്പിൽ വിലപ്പോകയില്ല. ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്ന് പറയുന്നവൻ അതിന് വില കൊടുക്കാനുള്ള തീരുമാനം കൂടെ ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി കഷ്ടമേൽക്കാനോ നഷ്ടമേൽക്കാനോ തനിക്കുള്ളതെന്തും നഷ്ടപ്പെടുത്താനോ ഉള്ള മനസ്സും തീരുമാനവും സമർപ്പണവുമാണ് ശരിയായ ത്യാഗജീവിതം. അതാണ് ആത്മീയ ജീവിതം. എന്നാൽ തനിക്ക് എന്തൊക്കെ നേടാം, ഏതൊക്കെ സ്ഥാനം അലങ്കരിക്കാം, എവിടം വരെ വളരാം, എത്രയൊക്കെ എത്തിപ്പിടിക്കാം, അതിനുവേണ്ടി ദൈവത്തെയും ദൈവീക മർമ്മങ്ങളെയും ഉപയോഗിച്ചിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി അളവില്ലാതെ ത്യാഗം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ ത്യാഗം ദൈവം മാനിക്കുമെന്ന് വിചാരിക്കരുതേ. ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ഹിസ്കിയാവ് നിലവിളിച്ചപ്പോൾ ദൈവം ആ നിലവിളി കേട്ടു. അതുപോലെ ഞാൻ നിലവിളിച്ചിട്ട് ദൈവം ആ നിലവിളി കേൾക്കുന്നില്ല, അതെന്തേ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ അതിൻ്റെ കാരണം. പ്രിയപ്പെട്ടവരെ, യോഗ്യതയുള്ളവൻ്റെ നിലവിളിക്ക് ഉത്തരമുണ്ട്. യോഗ്യതയില്ലാത്തവൻ ഇല്ലാത്ത യോഗ്യത അവകാശപ്പെട്ട് നിലവിളിച്ചാലൊന്നും ഉത്തരം കിട്ടുകയില്ല. ദൈവമായ കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ പ്രവാചകൻ പോയി ചക്രവർത്തിയോട് അറിയിച്ചു. ഹിസ്കിയാവോട് പറഞ്ഞു, അഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി പിന്നോട്ട് ചേർന്ന് വന്നു. തിരിഞ്ഞ് കറങ്ങി ക്ലോക്ക് എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, സൂര്യഘടികാരത്തിൻ്റെ സൂചി തിരിച്ച് കറക്കാൻ ദൈവം മതിയായവനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക? സൂര്യനെ നോക്കിക്കൊണ്ട് ഘടികാരത്തിൻ്റെ കൃത്യമായ ഗതി നിർണയിക്കുന്ന ഇടത്ത് ഭൂമി തിരിഞ്ഞു കറങ്ങി എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. 10 പടി നിഴൽ പിന്നോക്കം പോകുമാറ് ഭൂമി തിരിഞ്ഞു കറങ്ങി. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രമചക്രത്തിന് വിരുദ്ധമായി അത് തിരിഞ്ഞു കറങ്ങിയില്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ആ തിരിഞ്ഞു കറക്കം അങ്ങനെ ഭൂമിയെ പിടിച്ചു നിർത്താനും അതിൻ്റെ കറക്കം നിർത്തിവെക്കാനും അതിന് തിരിച്ചു കറക്കാനുമൊക്കെ കഴിവുള്ളവനാണ് ദൈവം. ആർക്കും മനസ്സിലാകാത്ത, ഒരു ബുദ്ധിയിലും ഒതുങ്ങാത്ത അപരിമേയ ശക്തിയാണ് ദൈവം. ഇതാണ് പ്രിയപ്പെട്ടവർ പരിജ്ഞാനമായി വരേണ്ടത്. ഹിസ്കിയാവിന് വന്ന രോഗം മാറി, പൂർണ്ണമായും അവൻ സുഖപ്പെട്ടു. അതിനുശേഷം അവൻ എഴുതി വച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു. എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ കർത്താവിനെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് കർത്താവിനെ കാണുകയില്ല. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ ഓർത്ത് നിലവിളിച്ചു. എൻ്റെ പാർപ്പിടം നീങ്ങി ഇനി ഒരു ഇടയകൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. അവൻ എന്നെ പാവിൽ നിന്ന് അറുത്ത് കളയുന്നു. ഒരു രാപകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. നിമിഷനേരം കൊണ്ട് ഉതിർന്നു പോകുന്നതാണല്ലോ. ഇനി എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ. പാവില്ലെങ്കിൽ പിന്നെ ഊട് നെയ്യാനൊക്കെ ഇല്ലല്ലോ. പ്രാണൻ പോയാൽ പിന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ.
ഉഷസ് വരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു. അവനോ സിംഹം പോലെ എൻ്റെ അസ്ഥികളെയെല്ലാം തകർത്ത് കളയുന്നു. ഒരു രാപകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. മീവൽപക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവ് പോലെ കുറുകി എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. നീ എനിക്ക് ഇട നിൽക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചു. ദാവീദ് നേരത്തെ നിലവിളിച്ചു എന്ന് നാം കണ്ട അതേ നിലവിളിയുടെ വേറൊരു വശമാണിത്. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവ് പറയുകയാണ്, കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. ഒടുവിൽ അവൻ പറഞ്ഞു, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണന് നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഹിസ്കിയാവിൻ്റെ വിലാപത്തിന് ഉത്തരം കിട്ടി. ഹിസ്കിയാവ് നിലവിളിച്ചത് ദൈവത്തോടാണ്. തൻ്റെ മരണം മാറിക്കിട്ടാൻ വേണ്ടിയാണ്, രോഗം മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ഉത്തരം കിട്ടി. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ചവർക്കാർക്കും ഉത്തരം കിട്ടാതെ പോയിട്ടില്ല. സത്യദൈവമായ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. തർക്കമില്ല, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ പിടിയിലമർന്ന് യൗവനകാലത്ത് തന്നെ ജീവിതം ബുദ്ധിമുട്ടിലായിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഹിസ്കിയാവ് പറഞ്ഞതുപോലെ ദൈവം മുമ്പിൽ പറയാൻ യോഗ്യതകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിലവിളിക്കട്ടെ. ഉറപ്പായിട്ടും ഉത്തരം കിട്ടും. യോഗ്യതകളില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അനുദപിക്കുക. ദൈവം തൻ്റെ ഹിതം പോലെ ചെയ്യട്ടെ. എന്തായാലും നിലവിളിക്കാതിരിക്കേണ്ട. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി നിലവിളിച്ച, മരണം മാറിക്കിട്ടാൻ നിലവിളിച്ച ഹിസ്കിയാവിനും ഉത്തരം കിട്ടി. തർക്കമില്ല, ഉത്തരം കിട്ടി. നിലവിളി കേൾക്കുന്ന, ഉത്തരമരളി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. മൂന്നാമത് പ്രിയപ്പെട്ടവരെ, ഒരു നിലവിളിയെക്കുറിച്ച് കൂടെ നിങ്ങളോട് പറയട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ വലിയ നിലവിളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 23-ാമത്തെ വാക്യം, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ജോസഫിനെ അറിയുന്ന ഫറവോ മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. രാജാക്കന്മാരെ പോലെ മിസ്രയീമിലെത്തിയവരാണ് ഇസ്രായേൽക്കാർ. ഫറവോ രാജാവിൻ്റെ ഏറ്റവും അടുത്തയാളും മിസ്രയീമിലെ രാജകൊട്ടാരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനീയമായിരുന്ന ജോസഫിൻ്റെ അപ്പനും സഹോദരങ്ങളും എന്ന മഹാപദവിയോടെ രാജകീയമായി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നതാണ് അവരെ. മിസ്രയീമിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഗോശൻ ദേശം അവകാശമായി കരമൊഴിവായി തീറായി കിട്ടിയതാണ് അവർക്ക്. കാലചക്രം തിരിഞ്ഞപ്പോൾ ജോസഫ് മരിച്ചു. ജോസഫിനെ അറിയാവുന്ന ഫറവോയും മരിച്ചു. കാലക്രമേണ പെറ്റുവരികെ ഇസ്രായേൽ ജനം അന്യനാട്ടുകാരെന്നും തങ്ങളുടെ ദേശത്ത് വന്നു പാർക്കുന്നവരെന്നും പിന്നീട് വന്ന ഫറവോ അറിയുകയും പൂർവ്വകാലം ഓർമ്മയുള്ള ചിലരൊക്കെ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച പകയും വിദ്വേഷവും വെറുപ്പും അവസരം പോലെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ ജോസഫിൻ്റെ പിന്മുറക്കാർ മിസ്രയീമിൽ അടിമകളാക്കപ്പെട്ടു. അധികാരാവകാശങ്ങളെല്ലാം അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടു. അത്രയും കാലം കരമുഴുവായി താമസിച്ച ഭൂമിക്ക് അവർ കരമടയ്ക്കേണ്ടി വന്നു. അതവർക്ക് താങ്ങാനാകാവുന്ന കരത്തിലപ്പുറമായിരുന്നു. അതിലുപരി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് അവിടെ പൗരത്വമില്ലാതെയായി, അവകാശങ്ങളൊന്നുമില്ലാതെയായി, വെറും അടിമകളായി അവരെണ്ണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ചോർന്നുപോയി. അവർ നൊമ്പര പരമ്പരയിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. അവരുടെ മേൽ നിരന്തരം കൊട്ടാര ഉദ്യോഗസ്ഥന്മാർ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. അവർക്ക് ചെയ്തു തീർക്കാവുന്നതിൽ ഇരട്ടി ജോലി ഓരോ ദിവസവും അവരെ കൊണ്ട് ചെയ്യിച്ചു. പ്രാണൻ നിലനിർത്താനുള്ള ആഹാരമൊഴികെ മറ്റൊന്നും അവർക്ക് കൊടുത്തില്ല. ആഡംബരത്തിനുള്ളതൊന്നും ഉണ്ടായില്ലെങ്കിലും ആവശ്യത്തിനുള്ളത് പോലും അവർക്ക് കൊടുത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും കഠിനമായി വേല ചെയ്യിച്ചു.
വേല ചെയ്യുന്നതിൽ തളർന്നു പോയ ആളുകളെ ചമ്മട്ടുകൊണ്ടും ചാട്ടവാറുകൊണ്ടും നിരന്തരമായി മർദ്ദിച്ചു. അവരുടെ പുറമെല്ലാം ചാട്ടവാറടിയേറ്റ് തിണർത്ത് പൊട്ടി വികൃതമായി. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിലാണ് അവർ നിലവിളിച്ചത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ചിലരെങ്കിലും കടന്നു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിനുള്ള സാധ്യത എന്താണെന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. ചില വീടുകളുടെ അന്തഃപുരങ്ങളിലൊക്കെ ചില സ്ത്രീകൾ ഇന്ന് അടിമകളായി കഴിയുന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ഭർത്തൃപിതാവിൻ്റെയും ഭർത്തൃ സഹോദരന്മാരുടെയും കൊടിയ മർദ്ദനങ്ങൾക്കും നീചമായ പെരുമാറ്റങ്ങൾക്കും വിധേയരായി അല്പാഹാര ജീവികളായി പണിയെടുത്ത് മടുത്ത് തകർന്ന് ജീവിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നുമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും തിരിച്ചറിയുന്നില്ല, അവർക്ക് വേണ്ടി ആരും വാദിക്കുന്നില്ല. തിരിച്ചും അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നുണ്ട്. ഭാര്യയുടെയും അവളുടെ ആളുകളുടെയും മർദ്ദനവും ഭീകരമായ പെരുമാറ്റങ്ങളും സഹിച്ച് അടിമയെപ്പോലെ തകർന്ന് മനസ്സിടിഞ്ഞ് ജീവിക്കുന്ന ചില പുരുഷന്മാരുമുണ്ട്. അത് ലോകത്താരും അങ്ങനെ ചർച്ച ചെയ്യാറില്ലാത്തത് കൊണ്ട് ലോകം അറിയുന്നില്ലെന്ന് മാത്രം. പുരുഷൻ ബലവാനായതുകൊണ്ട് പുരുഷൻ അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെയാണ് സാമൂഹികമായ വിധികൾ. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന അതിൻ്റെ ഇരകളായ ഒരുപാട് പുരുഷന്മാർ ഈ സമൂഹത്തിലുണ്ട്. ചുരുക്കം ചിലരെ അച്ഛൻ പരിചയപ്പെട്ടിട്ടുമുണ്ട്. ഇല്ലെന്നാരും വിധിക്കരുത്, ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കേൾക്കുക. ഈ അടിമത്വം അനുഭവിക്കുന്ന ആളുകളൊക്കെ നിലവിളിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്താനൊരു ദൈവമുണ്ട്. 3-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആ നിലവിളി ഉച്ചസ്ഥായിയിലെത്തിയതായിട്ട് കാണാം. ദൈവം അതിന് കൊടുക്കുന്ന മറുപടി അവിടെ എഴുതിയിട്ടുണ്ട്. മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആനുകാലികമായി പറഞ്ഞാൽ നിലവിളി, നിർത്താത്ത നിലവിളി എത്ര പേരുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ഓർക്കുക, ദൈവമായ കർത്താവിനോട് നിലവിളിക്കട്ടെ. ഉത്തരമരളി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ദൈവം ആ നിലവിളിക്ക് മറുപടി കൊടുത്തു. ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശയോട് വ്യക്തമായി ദൈവം സംസാരിച്ചു. മോശയെ നിയോഗിച്ചു, അഭിഷേകം ചെയ്തു. മോശ മുഖാന്തരം മിസ്രയീമിലെ അടിമവീട്ടിൽ നിന്ന് വളരെ സാഹസമായി ഇസ്രായേലിനെ വിടുവിച്ച് ചെങ്കടൽ കടത്തി വാഗ്ദത്ത കനാനിലേക്ക് ദൈവം വഴി നടത്തി. പ്രിയപ്പെട്ടവരെ, അവർ വഴി നടത്തിയ വിധങ്ങളൊക്കെ എത്ര അത്ഭുതകരമായിരുന്നു. അടിമ നിലവിളിച്ചാൽ ഉത്തരം തരുന്ന ഒരു ഉടമയുണ്ട്. സ്വാതന്ത്ര്യം തരുന്ന ഒരു ഉടമയുണ്ട്. സ്വർഗത്തിലെ ദൈവം അതിന് മതിയായവനാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആശങ്കപ്പെടാതിരിക്കുക. നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. രോഗത്തിൽ വീണിരിക്കുന്നവർ നിലവിളിക്കട്ടെ. അടിമത്വം അനുഭവിക്കുന്നവർ നിലവിളിക്കട്ടെ. അനുതാപത്തോടെ നിലവിളിക്കട്ടെ. ദൈവമുമ്പിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിലവിളിക്കട്ടെ. നിശ്ചയമായിട്ടും ഉത്തരം കിട്ടും. നിലവിളിച്ച മറ്റു ചിലരെക്കുറിച്ചും കൂടെ പറയാനുണ്ട്. അതിനി അടുത്ത പ്രാവശ്യം പറയാം. ഇപ്പോൾ നമുക്ക് ഈ സന്ദേശം ഇവിടെ പൂർത്തിയാക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ അവിടുത്തെ മക്കളെ വിളിച്ചിരുത്തി ഹൃദ്യമായി അവിടെ നിന്ന് ഇടപെട്ട് സംസാരിച്ചല്ലോ. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചിട്ട് ആ മനുഷ്യൻ കഴിച്ച വിലാപവും അതിന് നീ കൊടുത്ത മറുപടിയും സൗഖ്യവും ദൈവമായ കർത്താവെ ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വലിയ പ്രതിസന്ധി വന്നാൽ ദൈവത്തിന് മുമ്പിൽ അവകാശം പറഞ്ഞ് കരയാൻ ഞങ്ങൾക്കാകുമോ? ഹിസ്കിയാവിനെ പോലെ യോഗ്യതയുള്ള ആളുകളായി ഞങ്ങൾ ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതം അങ്ങനെ മാറ്റി എഴുതണമെന്ന് ഞങ്ങളെ നീ പഠിപ്പിച്ചല്ലോ. ദൈവമേ, നിൻ്റെ ദാസന്മാർക്ക് വേണ്ടി മുന്നറിയിപ്പ് കൊടുക്കാനും സൗഖ്യം കൊടുക്കുവാനും പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും വ്യക്തമായി ഇടപെട്ട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്രയീമിലെ അടിമ വീട്ടിൽ വേലയിൽ തളർന്നുപോയ ഇസ്രായേലിന് നിലവിളി കേട്ട ദൈവമേ, ഈ കാലഘട്ടത്തിലും അടിമത്വം അനുഭവിക്കുന്ന എത്രയോ പേരുടെ നിലവിളി തിരുസന്നിധിയിലെത്തുന്നുണ്ടല്ലോ.
ഉത്തരം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Testimony